ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചിലരിങ്ങനെ തമാശയൊക്കെ ആയിട്ട് പറയാറുണ്ട്, വീട്ടിൽ പണം കായ്ക്കുന്ന മരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ പണം കായ്ക്കുന്ന മരം. അപ്പോൾ ഇതാ പണം കായ്ക്കുന്ന മരത്തിൽ നിന്ന് കിട്ടിയ കായാണിത്. അപ്പോൾ ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ ഈ പണം കായ്ക്കുന്ന മരം. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കറുത്ത കായയ്ക്ക് കിലോ 500 രൂപയാണ് കേട്ടോ ഇപ്പോഴത്തെ ഏകദേശം മാർക്കറ്റ് വില വരുന്നത്. ഈ ചുമന്ന് കാണുന്നത് അതിൻ്റെ പത്രിയാണ് കേട്ടോ, പത്രി എന്ന് പറയുക. ഇതിന് കിലോ ഏകദേശം ഒരു 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇനി പണം കായ്ക്കണ മരം കാണാം. ഇതാണ് കേട്ടോ പണം കായ്ക്കണ മരം. വർഷത്തിൽ 12 മാസവും നമുക്ക് പണം കിട്ടണ മരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മരം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിഞ്ഞ് പോണത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു അധികം മാസം ഒരു വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അമ്മ അനിയത്തി വീട്ടിൽ തനിച്ചാണ്. അപ്പോൾ അമ്മയ്ക്ക് ജോലിയില്ല, അനിയത്തിക്കും ജോലിയില്ല. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ കുഴപ്പമില്ലാണ്ട് വീട്ടിൽ കഴിഞ്ഞു പോണത് ഈ പണം കായ്ക്കണ മരം കൊണ്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഒരു മരത്തിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന വീട് 37 സെൻറ്റ് സ്ഥലത്തായിരുന്നു വീടുണ്ടായിരുന്നത്. ഈ 37 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ഒരു 20 സെൻറ്റ് സ്ഥലത്തോളം ഈ ജാതി മരങ്ങളുടെ കൃഷി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതലേ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ ജാതി മരം ജാതിയുടെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ 12 മാസവും നമുക്ക് ഇതിൽ നിന്ന് വിളവ് ലഭിക്കും. അപ്പോഴും പണ്ടായാലും ഇപ്പോഴായാലും നല്ല രീതിയിൽ വില കിട്ടുന്ന കിലോന്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് മൂക്കാത്ത കായയാണ് കേട്ടോ. മൂക്കാത്ത കായായാലും അതിനുമുണ്ട് വില. അത് ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനും വിലയുണ്ട്. അപ്പോൾ ഈ ജാതിക്കായുടെ തൊലി വേണമെങ്കിൽ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ചീഞ്ഞ ജാതിക്കായ ആയാലും അതിൻ്റെ ഉള്ളിലത്തെ കുരുവിനും നമുക്ക് മാർക്കറ്റിൽ വില കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു 2 ജാതിമരം ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിന് നല്ലോണം വളമൊക്കെ ഇട്ട്, എപ്പോഴും വളം ഇടണ്ട, ആ സീസൺ ആകുമ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് മൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് നന്നായിട്ട് ഫലം കിട്ടും. ഏകദേശം ഒരു 20,000 രൂപയൊക്കെ നമുക്കൊരു സീസണിൽ നമുക്കിരുന്ന് ഈ 2 മരത്തിന് തന്നെ നമുക്ക് ഏറ്റവും കുറവ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് അടയ്ക്ക മരത്തിൽ നിന്ന് നമുക്ക് അടക്ക വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കാം. അതേപോലെ കശുവണ്ടിയൊക്കെ വിറ്റ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. പക്ഷെ ഇതൊക്കെ വെച്ചാൽ ഇതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കൃഷി തന്നെയാണ് കേട്ടോ ലാഭം. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഡൗട്ട് ചോദിക്കാനാണ്. ആ ചേച്ചി ചോദിച്ചത്, എനിക്ക് 2 കുട്ടികളാണ്, അപ്പോൾ ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ല, ഒരുപാട് സമ്പാദ്യമൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടി 2 യൂട്യൂബ് ചാനൽ അവരുടെ പേരിൽ തുടങ്ങി വെച്ചാലോ അവർക്ക് ഭാവിയിലേക്ക് അതൊരു ഗുണമാവെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ചാനലായാലും എന്തൊരു വർക്കായാലും നമ്മൾ പണിയെടുത്താൽ മാത്രമേ നമുക്ക് അതിൽ ക്യാഷ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് റീച്ചായി, പക്ഷെ 1-2 മാസം നമ്മൾ വർക്ക് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് തരില്ല. പക്ഷേ ഇങ്ങനത്തെ കൃഷികളൊക്കെ ജാതി കൃഷിയൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ വിളവ് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ജാതി കായ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ പണിയെടുത്താലും പണിയെടുത്തില്ല. ഇപ്പോൾ വളമൊക്കെ വല്ലപ്പോഴും ഇട്ടാൽ മാത്രം മതി, എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറമ്പിലൊരു 8-10 ജാതി മരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് വലിയ കുഴപ്പമില്ലാണ്ട്, ഒരു സാധാരണ കുടുംബത്തിന് വലിയ കടങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞ് പോകാനുള്ള വരുമാനമൊക്കെ നമുക്ക് ഈ ജാതി മരത്തിൽ നിന്ന് കിട്ടുമെന്നത് ഞങ്ങളുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് പണ്ട് മുതൽ ഒരുപാട് ലോണോ വലിയ കടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛന് പണിയില്ലാതിരിക്കുന്ന സമയത്തായാലും വീട്ടിലേക്ക് അരി വാങ്ങാനും പച്ചക്കറി വാങ്ങാനൊക്കെയുള്ള വരുമാനം നമുക്ക് ഈ ഒരു ജാതി മരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 12 സെൻറ്റ് സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ജാതികളുള്ളൂ. പണ്ട് പറമ്പ് നിറയേയും ജാതിയായിരുന്നു. ഞാൻ അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴായാലും ഞങ്ങൾക്ക് മാസത്തിലൊരു 6,000-5,000 രൂപയൊക്കെ സീസൺ ആകുമ്പോൾ, നന്നായി കായ്ക്കുന്ന സമയമാകുമ്പോൾ നല്ല പൈസയും കിട്ടുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു കൃഷി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ജാതി തൈയെങ്കിലും വയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് അതൊരു വലിയൊരു ഉപകാരമാകും. കാരണം ഈ ഒരു ഇത് ഏതൊരു കാലത്തും നമുക്ക് മാർക്കറ്റിൽ നല്ല വില ലഭിക്കുന്ന ഒരു ഫലം തന്നെയാണ് കേട്ടോ, ഒരു കൃഷി തന്നെയാണ് ജാതിക്കായ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അറിവ് എല്ലാവർക്കും അറിയണതാണ്. ആർക്കും അറിയാത്തുണ്ടെങ്കിൽ ഉപകാരമാകാൻ വേണ്ടി ഷെയർ ചെയ്തതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.